നമസ്കാരം. തിരുവോണം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഇവർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ കാത്തു സംരക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങളും അംഗീകാരങ്ങളും ദൈവാനുഗ്രഹവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നിങ്ങൾ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെ വിജയം ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ടൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നേട്ടമുണ്ടാകും, ആ സ്ഥാപനവും ഉയർച്ചയിലുണ്ടാകും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും വളരും, അതിനോടൊപ്പം അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം കൂടും, അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടമുണ്ടാകും. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ്, ഈ ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളും അല്ലെങ്കിൽ സമ്മാനങ്ങളും നറുക്കെടുപ്പുകളും ഇതെല്ലാം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഈശ്വരനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. കർമ്മരംഗത്ത് നേട്ടം കാണുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കാണുന്നുണ്ട്, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ നേട്ടം, വാക്കുകളിൽ വരുന്ന ഒരു പരിശുദ്ധി മൂലം നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നു. എന്നിങ്ങനെയുള്ള ഗുണഫലങ്ങൾ എല്ലാം ജീവിതത്തിൽ വന്നു ചേരും. ഈ ഒരു സമയം നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ മാത്രം നിങ്ങൾ സ്വപ്നം കാണുകയും അതിനുവേണ്ടി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ കുറയുന്നു, ദോഷഫലങ്ങൾ കൂടുന്നു, മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ജ്യോതിഷനെ നിങ്ങളുടെ ജാതകം കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.